നമസ്കാരം. ബുള്ളറ്റ് പ്രൂഫ് കാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് നിയമനിർമ്മാണം എന്നുള്ളത് അധികം പരിചിതമായ ഒരു വാക്കായിരിക്കില്ല നമ്മളിൽ പലർക്കും. യഥാർത്ഥത്തിൽ FCRA ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബുള്ളറ്റ് പ്രൂഫ് നിയമനിർമ്മാണമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വിശ്വാസമാവില്ല. അതിന് കാരണം ഇപ്പോഴത്തെ മാധ്യമ വാർത്തകളാണ്, പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങളിലുള്ള വാർത്തകളാണ്. FCRA നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കാതെ തന്നെ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ അവസാനിച്ചു എന്നുള്ളതാണ് വാർത്ത. BJP സർക്കാർ, കേന്ദ്ര സർക്കാർ, NDA സർക്കാർ പിൻവാങ്ങി, സമ്മർദ്ദത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി, FCRA നിയമത്തിൽ ഇനി വെള്ളം ചേർക്കും, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലരും പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അതിന് ഒരു സാധ്യതയും ഇല്ല എന്നും മാത്രമല്ല, FCRA നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല എന്നാണ് സത്യം. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. FCRA നിയമത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ മൺസൂൺ സെഷൻ പാർലമെൻറ്റിൻ്റെ അവസാനിച്ചു. ബില്ല് സഭയിൽ വെച്ചില്ല. ബില്ല് പകരം JPCക്ക്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ ബില്ല് ഇനി എത്തും. എന്താണ് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി? ഒരു പ്രത്യേക വിഷയമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു അഡ്ഹോക്ക് സമിതിയാണ് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി. ഈ പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പിൽ കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുപോയത് അല്ലെങ്കിൽ അവിടെ വെച്ചത് എന്തോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമാണ് എന്നാണ് പലരും പറയുന്നത്. അതിൻ്റെ സത്യം എന്താണ്? ഒരർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും BJPയും നടത്തിയ വളരെ ബുദ്ധിപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയേണ്ടി വരും. ഇത് അറിയാത്തവരൊന്നുമല്ല പ്രതിപക്ഷം. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീണന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് വേണ്ടി അവർ ബഹളം വെക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവാണ് BJP നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറയാം. ഇപ്പോൾ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതായത് ഒരു ദിവസം കൊണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ പാർലമെൻറ്റിൽ വെച്ച് ഈ ബില്ല് പാസ്സാക്കി എന്നിരിക്കുക. ഒരു പക്ഷേ NDAയ്ക്ക് പുറത്തുള്ള DMK പോലെയുള്ള കക്ഷികളുടെയും പിന്തുണ ഒരുപക്ഷെ BJPക്ക് ഈ അവസരത്തിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. അതെന്തു ആവട്ടെ, അങ്ങനെ ഈ ഒരു ബില്ല് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് പാസ്സാക്കി എന്ന് വിചാരിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിയമ പോരാട്ടത്തിനായിരിക്കും, അതായത് പണം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഏറ്റവും വലിയ നിയമ പോരാട്ടത്തിനായിരിക്കും അത് വഴിവെക്കുക. കാരണം ഇത് ഈ FCRA നിയമ ഭേദഗതിയെ എതിർക്കുന്നത് ഒരു വലിയ അന്താരാഷ്ട്ര ലോബിയാണ്. ആ ലോബി ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ലോക മിഷണറി നെറ്റ്വർക്ക് ഉണ്ട്, അതേപോലെ നിരവധി ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിലേക്ക് കോടിക്കണക്കിന് രൂപ തരുന്നവരുണ്ട്, മറ്റ് രാജ്യത്തിനുള്ളിലുള്ള ചില ശക്തികളുമുണ്ട്, ചില ക്ഷുദ്ര ശക്തികളെന്ന് തന്നെ പറയാവുന്ന ആൾക്കാരുമുണ്ട്. ഇത് ഇവർ നേരെ കൊണ്ടുപോവുക സുപ്രീം കോടതിയിലേക്കായിരിക്കും. സുപ്രീം കോടതിയിൽ ഈ കേസ് വർഷങ്ങളോളം കിടക്കും. അതിൻ്റെ അർത്ഥം ഈ ബില്ല് പാസ്സാകാതിരിക്കും എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ ഇവർ ഉന്നയിക്കാൻ പോകുന്ന പ്രധാന വാദം ഈ ബില്ല് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ തിരക്കിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കിയതാണ്, ഇതിൻ്റെ നിയമസാധുത പരിശോധിച്ചിട്ടില്ല, ഇതിൻ്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഇതിനൊന്നും അവസരം കിട്ടിയിട്ടില്ല, വളരെ പെട്ടെന്ന് തിരക്കിട്ട നീക്കത്തിലൂടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലെ ബില്ല് പാസ്സാക്കി എന്നായിരിക്കും ഇവർ സുപ്രീം കോടതിയിൽ പറയാൻ പോവുക. അതിനെയാണ് ഒരൊറ്റ നീക്കത്തിലൂടെ BJPയും കേന്ദ്ര സർക്കാരും പൊളിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 31 അംഗ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെയാണ് പോയിരിക്കുന്നത്. 21 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും ബാക്കി 10 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുമാണ് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ വരാൻ പോകുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ BJPക്ക് മേൽക്കൈയുള്ള മുൻതൂക്കമുള്ള ഒരു JPC ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെർഡിക്റ്റ്, അതായത് ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഫലം എന്താകുമെന്ന് അറിയാൻ നമ്മൾ ഏതെങ്കിലും ജ്യോതിഷിയൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറുമല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പാസ്സാവും. പക്ഷേ ഇങ്ങനെ പാസ്സാകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗുണം മറ്റൊന്നുമല്ല, ഒരു പ്രോപ്പറായിട്ടുള്ള
ഭരണഘടനാ അനുസൃതമായിട്ടുള്ള ഒരു കൃത്യമായ സ്ക്രൂട്ടണി കഴിഞ്ഞാണ് ഈ ബില്ല് പാസ്സാക്കിയതെന്ന് കേന്ദ്ര സർക്കാരിന് നാളെ എന്ത് നിയമപ്രശ്നം ഉണ്ടായാലും അത് പറയാൻ സാധിക്കും. അത് കോടതിക്ക് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു സാധ്യതയും കാണുന്നുമില്ല. കാരണം വളരെ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആൾക്കാരുടെ സംയുക്ത പാർലമെൻ്ററി സമിതിയാണ് ഈ ബില്ല് നോക്കാൻ പോകുന്നത്. ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ആകെക്കൂടി ഉള്ള ഒരു പ്രശ്നം ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഇതിന് ഒരു ഡിലേ ഉണ്ടാകുമെന്നാണ്. എന്നാൽ ആ ഡിലേ പോലും, അതായത് ആ താമസം പോലും വലുതല്ല. അതായത് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വളരെ കൃത്യമായി ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത ഡിസംബർ 1 വീക്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ വരികയും ഈ ബില്ല് പാസ്സാക്കിയെടുക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കാത്തവരൊന്നും അല്ല ഈ ബഹളം വെക്കുന്നത്. ഇവരെന്തിനാണ് ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇന്ന് ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെയുണ്ട്. ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും സ്വത്തിൻ്റെ കാര്യം തന്നെയാണ്. അതായത് ഈ പറയുന്ന വിദേശ പണം ഇവിടെ എത്തി, ആ പണത്തിൻ്റെ വിനിയോഗം, അതിനെ തുടർന്നുള്ള ഇപ്പോൾ വർഷങ്ങളായി രൂപപ്പെട്ടിട്ടുള്ള ഒരു വലിയ റാക്കറ്റിൻ്റെ അടിഭാഗത്താണ് സർക്കാർ കത്തിവെക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റും ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായ സ്വത്ത് സമ്പാദനവും ഒക്കെ നടക്കുന്നുണ്ട്, വ്യക്തികളുടെ പേരിൽ, സംഘടനകളുടെ പേരിൽ. ഇവരൊന്നും ഈ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പണം പറയുന്ന കാര്യത്തിനല്ല പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള വെപ്രാളമാണ് ഇന്ന് ഈ പറയുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദം സർക്കാരിൻ്റെ മുകളിൽ വെക്കുന്നതിൻ്റെ പ്രധാന കാരണം. സമ്മർദ്ദം രാജ്യത്തിനുള്ളിൽ നിന്നല്ല, ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ സംഘടനകളുടെ സമ്മർദ്ദത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഭാരതത്തിന് നേരെ വലിയ തോതിൽ സമ്മർദ്ദം വരുന്നുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു വെള്ളവും ചേർക്കാതെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ FCRA നിയമം രാജ്യത്ത് നിലവിലുണ്ട്. ആ നിയമം എത്രത്തോളം പാസ്സാക്കി, എത്രത്തോളം നടപ്പാക്കി എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ല. സർവ്വസ്വതന്ത്രമായി രാജ്യത്തിന് പുറത്തു നിന്ന് എത്ര കോടി രൂപ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത് ഏത് സ്വതന്ത്ര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭീഷണി തന്നെയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ ആവശ്യത്തിനുള്ള പ്രൊവിഷൻസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതൊരിക്കലും നടപ്പാക്കിയിരുന്നില്ല. ഇപ്പോൾ ഇവരെ കൃത്യമായി ഭയപ്പെടുത്തുന്നത് ഇതിനകത്തെ അനധികൃതമായ ഈ പറയുന്ന സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച വിഷയം. കാരണം ആ സ്വത്ത് സർക്കാർ പിടിച്ചെടുക്കാനുള്ള പ്രൊവിഷനുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ മുൻകാല പ്രാബല്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതും അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അതിൽ വലിയ അത്ഭുതവുമില്ല. കാരണം ഇതെല്ലാം ഒരു റാക്കറ്റ് തന്നെയാണ്. പക്ഷേ സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകം ഞാൻ പറയാം. ആ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FCRA നിയമ ഭേദഗതിയെ രാജ്യസുരക്ഷയുമായി സർക്കാർ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്റ്റായിട്ട് തന്നെ. അതൊരു വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. നമ്മൾ കരുതുന്നതിനപ്പുറത്തുള്ള ഒരു വളരെ പ്രാധാന്യമുള്ള നീക്കമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലും ഒരു സർക്കാരിനും, അത് ജനാധിപത്യം വേണമെന്ന് പോലുമില്ല, ചൈന പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും രാജ്യത്തിന് പുറത്തു നിന്ന് സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഫണ്ട് ഇവിടെ കൊണ്ടുവരാനും ആ ഫണ്ട് ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ഉപയോഗിക്കുന്നതും ആയ ഒരു പരിസ്ഥിതി ഒരിക്കലും ഒരു സർക്കാരും അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ്, ആ സ്വാതന്ത്ര്യമാണ് ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ രാജ്യസുരക്ഷയെ ബന്ധപ്പെടുത്തുമ്പോൾ ഇതിനപ്പുറമുണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ RP തോട്ട്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യഥാർത്ഥത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അത് ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ക്രിസ്ത്യൻ മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഡീപ്പ് സ്റ്റേറ്റ്, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പദ്ധതിയാണ്. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഒരു നേഷൻ എന്ന പേരിൽ വിഭാഗം ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു രാജ്യം. ഈ വിഭാഗം എന്ന് പറയുന്നത് വിവിധ ട്രൈബുകളുണ്ട്. ഈ ട്രൈബുകളെ എല്ലാം വർഷങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ കൺവേർട്ട്സ് ആക്കി അവരെ മാറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യം ഒരു ക്രിസ്ത്യൻ മതരാഷ്ട്രമാകാനുള്ള പൂർണ്ണ സാധ്യതയും പദ്ധതിയുമാണ് ഇത്. ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും മ്യാൻമാറിലെയും ബംഗ്ലാദേശിലെയും
ചില ഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ പദ്ധതിയുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻ്റായിരുന്നു ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് യൂനസ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ക്ലിൻ്റൺ ഉൾപ്പെടുന്ന ഒരു ഫൗണ്ടേഷനുണ്ട്, അതുപോലെ മറ്റ് ചില നിരവധി ഫൗണ്ടേഷനുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ ഒരു വലിയ പദ്ധതി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പദ്ധതിക്ക് യഥാർത്ഥത്തിൽ 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട്. അതിലൊന്ന് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയെ അസ്ഥിരമാക്കിക്കൊണ്ട് ഭാരതത്തിൽ അസ്ഥിരതയുണ്ടാക്കുക എന്നുള്ളതാണ്. 2, അമേരിക്കയ്ക്ക് ഈ പ്രദേശത്ത് ഒരു വലിയ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിട്ട് മാറും അമേരിക്കൻ പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഈ രാജ്യം. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ചൈനയുടെ ഈ മേഖലയിലെ ഒരു സ്വാധീനത്തെയും ചോദ്യം ചെയ്യാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഈ ഒരു പ്രദേശം ആവശ്യമാണ്. അങ്ങനെ 2-3 കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് അമേരിക്ക പ്ലാൻ ചെയ്തിട്ടുള്ളത്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് കൃത്യമായ ഓഫർ ലഭിച്ച, ഇതിനോട് സഹകരിക്കാൻ വേണ്ടി ഓഫർ ലഭിച്ച ഒരാളാണ് ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിലെ മുൻ ഭരണാധികാരി. അവരത് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഈ വലിയൊരു വിദ്യാർത്ഥി വിപ്ലവം എന്ന പേരിലുള്ള ഈ അരാജകത്വം നേരിടേണ്ടി വന്നതും രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നതും. അത് മറ്റൊരു കഥ. യഥാർത്ഥത്തിൽ ഈ FCRA നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന വലിയ വലിയ അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ ശ്രമിച്ചത്. അതിലെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു വിഷയം മാത്രമാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്വരാജ്യത്തെ സംബന്ധിച്ചുള്ള ഈ ചർച്ചകൾ നടക്കുന്നത്. അവിടെ മാത്രം നിൽക്കുന്നതല്ല ഇത്. രാജ്യത്താകമാനം വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട്. രാജ്യത്താകമാനം ഈ ട്രൈബൽ മേഖലകളിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതെല്ലാം അവിടെ സാമൂഹിക സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ FCRA നിയമത്തിൻ്റെ നിയമ ഭേദഗതിക്കെതിരെ നിരവധി കത്തോലിക്ക പുരോഹിതന്മാരുൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിലും അല്ലാതെയും ഒക്കെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ആ പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കുക. മിക്കവാറും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ FCRA നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരുടെ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതുന്നത്. അവരെല്ലാം പറയുന്ന കാര്യം നിങ്ങൾ ഈ പണം കൊണ്ടുവന്നിട്ട് നിങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തുരങ്കം വെക്കാൻ, രാജ്യത്ത് സാമൂഹിക സംഘർഷം ഉണ്ടാക്കാൻ, സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാൻ, ആ സ്വത്ത് പിന്നീട് കൈമാറി വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ലോകമുണ്ടാക്കാൻ, ഇതിനൊക്കെ പലരും ഈ നിയമത്തിൻ്റെ മറവിൽ ഇത്രയും കാലം ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനി അനുവദിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ദീപിക ഇനി എത്ര മുഖപ്രസംഗം എഴുതിയാലും മറ്റാരൊക്കെ പാർലമെൻറ്റിലും പുറത്തും ബഹളം വെച്ചാലും FCRA നിയമത്തിൻ്റെ ഭേദഗതി ബിൽ വരും. അത് പാസ്സാകുകയും ചെയ്യും. അത് രാജ്യത്ത് നിയമമായി മാറുകയും ചെയ്യും. നമസ്കാരം.